കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിച്ചിരിക്കുന്നത്. DCC അധ്യക്ഷൻ ബാബു പ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഈ അനുരഞ്ജന സാക്ഷ്യത തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ ഈ വാഹനത്തിനകത്തേക്ക് കയറുകയാണ്. പോലീസ് പിടിച്ചു വലിച്ചാണ് അവരകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഈ സമരം താൽക്കാലികമായിട്ടെങ്കിലും അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ MG പ്രവീണിന്റെ നേതൃത്വത്തിൽ ആണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തിയത്. അവരുടെ പ്രവർത്തകന് ഒരാൾ ഡാനിക്ക് കാര്യമായ പരിക്ക് പറ്റിയതിനുള്ള പ്രതിഷേധം അവർ കനപ്പിക്കുകയാണ്. മാതൃഭൂമിയുടെ ക്യാമറമാൻ ബോണിക്കാണ് മാധ്യമപ്രവർത്തകർക്കിടയിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ അർത്ഥത്തിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. ഈ പ്രവർത്തകർ കസേരയും മറ്റു വസ്തുക്കളും പരസ്പരം എറിഞ്ഞതിലാണോ ഈ മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റത് ഷൈജു? ഷെയ്ഖുദ്ദീൻ, അതെ, ആ മാധ്യമപ്രവർത്തകർക്ക് പരിക്ക് പറ്റി. അതിലൊരു ഒരു പാത്രത്തിന്റെ അടപ്പ് എന്റെ ശരീരത്തിൽ പോലും വന്ന് പതിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ബോണി കാരണം അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു. നമുക്കത് കാണാമായിരുന്നു. കാരണം ഈ CPM മെമ്പറായിരുന്ന ഈ നിബുവിന്റെ നേതൃത്വത്തിലാണ് ആദ്യം ഈ പ്രവർത്തകർക്ക് നേരെ ഏറ് ആരംഭിച്ചത്. അതോടുകൂടി പ്രവർത്തകർ ക്ഷുഭിതരായി അവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. കണ്ണി കണ്ടതെല്ലാം വലിച്ചെറിയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഏറിൽ പല ആളുകൾക്ക് പല തരത്തിലുള്ള പരിക്കുകളാണ് പറ്റിയത്. പക്ഷേ പ്രത്യക്ഷ പരിക്കുകൾ ഞാൻ ഈ പറഞ്ഞ മാതൃഭൂമിയുടെ ക്യാമറാമാൻ ബോണിക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഡാനിക്കുമാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. കാരണം പാത്രത്തിന്റെ അടപ്പ് പാത്രം അതാണ് പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്കൂളാണ് ഇവിടെ. അവർ അതിന് കൊടുത്തതിന് ശേഷം വെച്ചിരുന്ന പാത്രങ്ങൾ, അവിടെ കണ്ടിരുന്ന പഴയ കസേരകൾ, മറ്റു ചില അവശിഷ്ടങ്ങൾ കയ്യിൽ കിട്ടിയതും കയ്യിൽ കണ്ടതുമെല്ലാം എടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നൊരവസ്ഥ. ഒടുവിൽ ഈ നിബുവിനെ ഒറ്റയ്ക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഓടിച്ചിട്ട് തല്ലുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. കേട്ടില്ല, എന്താണ്? ഈ CPM പ്രവർത്തകർ ഇപ്പോൾ അവിടുന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടോ? ഇപ്പോൾ അതായത് സേഫ് മനസ്സിലാക്കേണ്ടത് ഈ നിബുവിന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നതാണ്. ക്യാമ്പസിനകത്താണ് ഈ പ്രശ്നം സംഭവിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതായത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ക്യാമ്പസിനകത്ത് ഇപ്പോഴും നിൽക്കുന്നത് രക്ഷകർത്താക്കളല്ല, CPMന്റെ ഗുണ്ടകളാണ്. അവരെ പുറത്താക്കണം എന്നൊരാവശ്യമാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. സേഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഈ പ്രവർത്തകർ ഈ പരിസരത്തുണ്ട് എന്ന ഒരു പ്രശ്നമാണ് ഈ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഉന്നയിക്കുന്നത്. നിബു അടക്കമുള്ള ആളുകളെ പോലീസ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് രക്ഷിതാക്കളല്ല, മറിച്ച് CPM പ്രവർത്തകരാണ് എന്ന ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അവരെ മാറ്റാതെ അറസ്റ്റ് വരികയോ അത്തരം പോലീസിന് കീഴടങ്ങുകയോ ചെയ്യില്ല എന്ന ഒരു വാദം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നേതൃത്വത്തിൽ നടന്ന അനുരഞ്ജന ചർച്ചയും ഇപ്പോൾ ഫലം കാണാത്തൊരവസ്ഥയാണ്. കാരണം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. കാരണം കണ്ണിൽ കണ്ടതൊക്കെ വലിച്ചെറിയുന്ന ഒരവസ്ഥ, അതിൽ പരിസ്ഥിതിയാണ്. കാരണം അടക്കം ഏറ് കിട്ടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് AD തോമസ് ഇപ്പം എന്നോടൊപ്പം ഉണ്ട്. ശരിക്കും എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? വളരെ ന്യായമായ ഒരു വിഷയത്തിൽ ഒരു സമരം ചെയ്യുകയാണ്. ഇവിടെ ഒരു പുതിയ കെട്ടിടം ഉണ്ടായിരുന്നിട്ട് പോലും ആ കെട്ടിടം ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ പഴയ കെട്ടിടത്തിൽ വിദ്യാർത്ഥികളെ ഇരുത്തി പഠിപ്പിച്ചത് തന്നെ തെറ്റ്. ഈ പ്രഥമ അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അധികാരികൾക്കെതിരെ നടപടിയെടുക്കണം. അതാണ് KSU മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു മാർച്ച് നടത്തുമ്പോൾ പുറത്തു നിന്നുള്ള CPMന്റെയും BJPയുടെയും ഗുണ്ടകൾ സംഘടിതമായി വന്ന് KSUകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും എന്തിന് മാധ്യമ പ്രവർത്തകരെ പോലും ആക്രമിക്കുന്ന സ്ഥിതിയുണ്ട്. ഇത് ഡാനി സത്യൻ എന്ന് പറയുന്ന KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒരു പ്രവർത്തകൻ, ആ പ്രവർത്തകന്റെ തല പൊട്ടിയിട്ട് ഇത്രയും നേരമായി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചാണ് നിൽക്കുന്നത്. പിരിഞ്ഞു പോകുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴില്ല? ഇല്ല, ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. ഒന്ന്, ഞങ്ങളുടെ കൂടെയുള്ള ഈ തലയ്ക്ക് പരിക്കേറ്റ ഡാനി എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി നേതാവിനെ അടിയന്തരമായി ആശുപത്രിയിൽ കൊണ്ടുപോകണം. അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കണം. അതിനുശേഷം ഈ വിഷയത്തിൽ യഥാർത്ഥ നടപടി ഉണ്ടാകുന്നത് വരെ സമരം ചെയ്ത് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനം. കാർത്തികപ്പള്ളിയിൽ സംഘർഷത്തിന് ഇപ്പോഴും മഴവില്ല. ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരും മറുഭാഗത്ത് CPM വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലുള്ള CPM പ്രവർത്തകരും പിരിഞ്ഞു പോകാത്തതിനവിടെ നിൽപ്പുണ്ട്. പോലീസ് സന്നാഹവുമുണ്ട്.
ഈ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും തന്നെ മടങ്ങി വരാം. സീറോ വറുമായി നിഷാദ് റാവുത്തർ തുടരും.